പാലക്കാട് ജില്ലയിൽ ഉള്ള എലപ്പുള്ളി എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്ത് ഇങ്ങനെയൊരു ബ്രൂവറി, ഡിസ്റ്റിലറി എല്ലാം കൂടി അടങ്ങിയ ഒരു മദ്യ നിർമ്മാണശാല തുടങ്ങാൻ പോകുന്നു എന്ന് പത്രവാർത്തകൾ കണ്ടു. ആ പത്രവാർത്തയ്ക്ക് ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിൻ്റെ പിൻബലമുണ്ട്, അടിസ്ഥാനമാണ്. അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു പത്രവാർത്ത വന്നത്. പക്ഷേ ഏതായാലും ഇങ്ങനെയൊരു മദ്യനിർമ്മാണശാല പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളിയിൽ നിന്നല്ല എവിടെയായാലും തുടങ്ങുന്നത് ഒരു വലിയ ജനവഞ്ചനയാണ്, ജനദ്രോഹം തന്നെയാണ്. ഒരു വലിയ വിപത്താണ് നമ്മൾ മുമ്പിൽ കാണുന്നത്. കാരണം നമ്മളൊന്ന് പൊളിറ്റിക്കലായിട്ട് ചിന്തിച്ചാൽ തന്നെയും ഇപ്പോഴുള്ള സർക്കാരിൻ്റെ ഈ ഒരു ഭരണ സംവിധാനത്തിലേക്കുള്ള വരവ്, അവരുടെ പ്രകടന പത്രികകൾ, അവർ നൽകിയിരുന്ന വാഗ്ദാനങ്ങൾ, അതെല്ലാം പടിപടിയായിട്ട് മദ്യം അത് നിർമ്മാർജ്ജനം ചെയ്യും എന്ന ഒരു ധാരണയിലാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് സർക്കാർ അധികാരത്തിൽ വന്നത്. പക്ഷേ പിന്നീടുള്ള പല നീക്കങ്ങളും മദ്യത്തോട് അല്ലെങ്കിൽ അതിൻ്റെ സംലഭ്യത കൂടുതൽ കൊടുക്കുന്ന ഒരു രീതിയിലേക്കാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ തന്നെയായാലും പാലക്കാട് രൂപതയുടെ ഒരു സ്ഥാപനമായ യുവക്ഷേത്ര കോളേജിൻ്റെ തൊട്ട് പരിസരത്ത് തന്നെ ഒരു ബാർ അനുവദിച്ചിട്ട് അധികം നാളുകളായിട്ടില്ല. അതിനെതിരെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നുവെങ്കിലും നിയമപരമായി യാതൊരു തടസ്സവും ഇല്ല എന്നുള്ള ഒരു ചെറിയൊരു കാര്യം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നത്, അനുവാദം കൊടുത്തതെന്ന് മനസ്സിലാകും. അങ്ങനെ പല സ്ഥലത്തും ബാറുകൾ അനുവദിച്ചും മദ്യത്തിൻ്റെ ആ ഒരു കൂടുതൽ ലഭ്യത വർദ്ധിപ്പിച്ചുകൊണ്ടുമൊക്കെയുള്ള സർക്കാരിൻ്റെ നീക്കം അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇതൊരു അധാർമിക പ്രവൃത്തിയാണ്. അധാർമിക പ്രവൃത്തികൾക്കെതിരെ തിരുസഭയ്ക്ക് അല്ലെങ്കിൽ പാലക്കാട് രൂപതയ്ക്ക് ശബ്ദം ഉയർത്തേണ്ടി വരുന്നൊരു സാഹചര്യമാണ്. അധാർമിക പ്രവൃത്തികൾ അത് അങ്ങനെയല്ല എന്ന് ആരൊക്കെ പറഞ്ഞാലും. പക്ഷേ ഈ ബ്രീവറി അല്ലെങ്കിൽ ഡിസ്റ്റിലറി എലപ്പുള്ളിയിൽ തുടങ്ങുന്നത് കർഷകരെ സഹായിക്കാം എന്നുള്ള ഒരു വാഗ്ദാനം അതിൻ്റെ പിന്നിലുണ്ട്. അത് പ്രതിഷേധങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള തന്ത്രപരമായ ഒരു നീക്കം എന്ന് മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ. മറ്റെല്ലാം തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം, ഡിസ്റ്റിലറി ഉൾപ്പെടെയുള്ളവ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം അവസാനം ഈ ബ്രൂവറി എന്നുള്ളതും കൂടെ ചേർക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അതിങ്ങനെയാണെന്ന് നമുക്ക് അതിന് അറിഞ്ഞുകൂടാ. പിന്നെ പാലക്കാട് ജില്ലയിൽ കുടിവെള്ളത്തിൻ്റെ ക്ഷാമം അങ്ങേയറ്റത്താണ്. അത് കേരള വാട്ടർ അതോറിറ്റി ജലം കൊടുക്കുമെന്നും ഇല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മനുഷ്യൻ്റെ കുടിവെള്ളം കൊടുത്തിട്ട് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ. എത്രയോ കോടിക്കണക്കിന് ലിറ്റർ വെള്ളം ഇതിലേക്ക് ആവശ്യമാണെന്നാണ് മനസ്സിലാകുന്നത്. ശാസ്ത്രീയമായ ഒരു പരീക്ഷണമോ ഒരു പഠനമോ അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു കാര്യം തുടങ്ങിയാൽ അതുകൊണ്ടുള്ളാകുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്ന് ഒന്നും പറയാതെ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ഒരു തീരുമാനം അറിയിക്കുമ്പോൾ അതിൽ നല്ല ദുരൂഹതകളുണ്ട്. ഒരു തീരുമാനം മുൻകൂട്ടി ഒന്നും പറയാതെയോ അല്ലെങ്കിൽ അവിടെ ഒരു പഠനം നടത്താതെയോ ഒന്നും അങ്ങനെ ഒരു ദുരൂഹതയുണ്ട്. അപ്പോൾ പ്രതിഷേധങ്ങൾ ഒഴിവാക്കുക എന്നത് തന്നെ ഉള്ള ഒരു രീതി നമ്മൾ കാണുന്നുണ്ട്. ആരെയൊക്കെയോ അല്ലെങ്കിൽ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കർഷകരെ അല്ലെങ്കിൽ ഇതിങ്ങനെ ഈ വെള്ളത്തിൻ്റെ പ്രശ്നമുള്ളൊരു ഒരു സ്ഥലമാണത്. ആ പ്രദേശത്ത് കുടിവെള്ളം മനുഷ്യന് എത്തിച്ചു കൊടുക്കേണ്ടതിൻ്റെ തീർച്ചയായിട്ടും ആവശ്യകതയുണ്ടല്ലോ. ഇപ്പോഴും കുടിവെള്ളം കിട്ടാത്ത മനുഷ്യരുണ്ട് അങ്ങനെയുള്ളിടത്ത്. പിന്നെ ഈ ഗ്രൗണ്ട് വാട്ടറിൻ്റെ എന്ത് വാട്ടറാണ് ഉപയോഗിക്കുന്നത് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് ജലദൗർലഭ്യമുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള കോടിക്കണക്കിന് ലിറ്റർ മദ്യം വെള്ളം ആവശ്യമായൊരു ഇങ്ങനെ സാഹചര്യത്തിൽ എങ്ങനെ കൊടുക്കുക എന്നുള്ളത് ചിന്തിക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ കർഷകരെ സംരക്ഷിക്കാനും കാർഷിക വിളകൾക്ക് നല്ലൊരു വില കിട്ടാനും വേണ്ടിയുള്ള ഒരു പദ്ധതിയാണെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യമേ ചെയ്യേണ്ടത് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ വന്യമൃഗങ്ങളുടെ ശല്യം ഭയങ്കരമാണ്, രൂക്ഷമാണ്. ഈ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാതെ എങ്ങനെയാണ് ഈ കാർഷിക വിഭവങ്ങൾ ഉണ്ടാക്കുക, കർഷകരെ എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക? അതുകൊണ്ട് ഏറ്റവും ആദ്യമേ അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് കർഷകരെ സഹായിക്കാനാണെങ്കിൽ ഇങ്ങനെയുള്ള വന്യജീവികളെയൊക്കെ തടസ്സപ്പെടുത്തിയും പിന്നെ കാർഷിക മേഖലയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് കാർഷിക പാക്കേജ് തന്നെ പാലക്കാട് ജില്ലയിൽ പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെ മുന്നേറേണ്ടതാണ്. അതുപോലെ കാർഷിക മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ, സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ കാർഷിക വിളകളെ മൂല്യ അധിഷ്ഠിത വസ്തുക്കളായിട്ട്, വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകളായിട്ട് മാറ്റിയിട്ട് അതിൻ്റെ വിപണി കണ്ടെത്തി കർഷകരെ സഹായിക്കുക.
ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള നല്ല മാർഗങ്ങളിരിക്കെ ഈ മാർഗവും ലക്ഷ്യവും മോശമായിട്ടുള്ള ഒരു രീതിയിൽ സർക്കാർ ഇടപെടുന്നത് അത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അവർക്ക് നിഷ്പ്രയാസം അത് ആ തീരുമാനത്തിൽ നിന്ന് മാറിപ്പോകാവുന്നതുമാണ്. അപ്പം അങ്ങനെ ഗവൺമെൻറ് ജനദ്രോഹപരമായിട്ടുള്ള ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുതന്നെയാണ് നമ്മളെല്ലാവരും ആവശ്യപ്പെടുന്നത്. നമ്മൾ ഒരു കാര്യത്തിൻ്റെ ചട്ടം പാലിക്കലും അതുകൊണ്ടുള്ള പ്രയോജനം അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം അതെല്ലാം രണ്ടാണ്. ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ അതുകൊണ്ടുള്ള ഒരു വിപത്ത്, അതുകൊണ്ട് വരാൻ പോകുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ എല്ലാ ചട്ടങ്ങളും നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ പറ്റും, വ്യാഖ്യാനിക്കാൻ പറ്റും. പക്ഷേ അങ്ങനെയല്ലല്ലോ. അതിൻ്റെ ഞാൻ പറഞ്ഞ ഒരു ധാർമ്മിക വശമുണ്ട്. ജനങ്ങൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകൾ, മറുഭാഗത്തുണ്ടാകുന്ന പ്രയാസങ്ങൾ നിരവധിയുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. ജനജീവിതം, മനുഷ്യൻ്റെ പൊതുജീവിതം ഒരു സ്വൈര്യമുള്ളതാക്കി മാറ്റുക എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു കടമയാണ്. അപ്പം മദ്യം ഇഷ്ടം പോലെ കേരളത്തിലെ ജനത്തെ മുഴുവനും മദ്യത്തിലാഴ്ത്തിക്കൊണ്ട് വേണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ? നിയമപരമായ കാര്യങ്ങൾ അനുകൂലമാക്കി എടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ.